IPL മാച്ച് നമ്പർ 44 ഇന്ന് കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ KKRും പഞ്ചാബുമായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. ഈ സീസണിൽ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ 111 റൺസ് പഞ്ചാബ് കൊൽക്കത്തയ്ക്കെതിരെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് കൊൽക്കത്ത ഇന്ന് ഒരുക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഗുജറാത്തിനെതിരെ ലാസ്റ്റ് മത്സരത്തിൽ ഒരു സ്ലോ ട്രാക്ക് ഒരുക്കിയപ്പോൾ അത് ബാക്ക്ഫയർ ആവുകയും ചെയ്തിരുന്നു. പഞ്ചാബിന് ഇന്ന് ജയിക്കാൻ പറ്റിയാൽ 12 പോയിന്റുമായി 4ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. KKR ജയിച്ചാൽ 8 പോയിന്റുമായി നിലവിലെ സ്ഥാനത്ത് അവർ തുടരും. ഇനി ടീമുകളിലേക്ക് വന്നാൽ ഇഞ്ചുറിയൊന്നും രണ്ട് ടീമിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിന് രണ്ടുപേരും ഇറക്കാൻ തന്നെയാണ് ചാൻസ്. റസൽ ചഹലിനെതിരെ വരുന്ന മാച്ചപ്പ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കൊൽക്കത്തയിൽ ഗുർബാസ്, സുനിൽ നരേൻ ഓപ്പണിംഗ്, അജിങ്ക്യ രഹാനെ, അങ്കുരിഷ് രഘുവംശി, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റസൽ, മൊയിൻ അലി അല്ലെങ്കിൽ റോമൻ പവൽ, രമൺദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാന, വൈഭവ് അരോര തുടങ്ങിയ ടീമിനാണ് സാധ്യത. പഞ്ചാബിൽ പ്രഭ്സിബ്രാൻ, പ്രിയാൻ ഷാരി ഓപ്പണിംഗ്, ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലീഷ്, നെഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് ടോയിനസ്, മാർക്കോ യാൻസൺ, ബാർട്ട്ലെറ്റ്, ഹർഷദീപ് സിംഗ്, ചഹൽ, ഹർപ്രീത് ബാർ അല്ലെങ്കിൽ വിജയകുമാർ വൈശാഖ് തുടങ്ങിയ ടീമിനാണ് ചാൻസ്. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ ശ്രേയസ് അയ്യർ, വധേര, ഹർഷദീപ് എന്നിവരെ പഞ്ചാബിൽ നിന്നും, രഹാനെ, വരുൺ, നരേൻ എന്നിവരെ കൊൽക്കത്തയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയ സാധ്യത പഞ്ചാബിനാണ് കൂടുതൽ കാണുന്നത്.